ഞാൻ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്വപ്നം പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഏവരും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം. നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു കഥ എഴുതി ഒരുപാട് പേരെ കണ്ടു, നല്ല നടന്മാരുടെ ഡേറ്റ് കിട്ടി, നിങ്ങളുടെ സിനിമ അങ്ങനെ നടക്കാൻ പോവാ. നിങ്ങളാണ് സംവിധായകൻ എന്ന് വിചാരിക്കട്ടെ. മന്ദം മന്ദം ആ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെയറിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ചുറ്റുഭാഗവും എല്ലാവരും നിങ്ങളെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് നോക്കുന്നത്. അവർ നിങ്ങളെ കുറ്റം പറയുവാണ്, നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ കുറ്റം, പക്ഷെ അതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ട ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്ര സ്കില്ലുണ്ടെന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ എത്ര അടിപൊളിയാന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഒരുപാട് സിനിമകൾ കാണുമെന്ന് പറഞ്ഞോട്ടെ, അതിലൊന്നും കാര്യമില്ല. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ഷൂട്ടിംഗ് സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയെ കാണുന്ന പോലെ ഒന്നും എല്ലായിരിക്കും അവിടെ ഉണ്ടാവുക. വളരെ ഹറിവറിയായിട്ട് ഓടിപ്പാഞ്ഞ് ബഡ്ജറ്റ് പ്രശ്നം, ഡേയ്സ് പ്രശ്നം, നടൻ്റെ ഡേറ്റ്, ബാക്കിയുള്ള പ്രശ്നം. അതായത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ സമാധാനം നിങ്ങൾക്കൊരു 100-90% കിട്ടാൻ സാധ്യത കുറവാണ്. ഭൂരിഭാഗം ഷൂട്ടിംഗ് സെറ്റും ഭയങ്കര ബ്ലൈൻഡായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെ പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാനൊരു സ്ക്രിപ്റ്റും ഫിലിം മേക്കിങ്ങൊക്കെ ബേസ് ചെയ്തിട്ടൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ സംഭവം കുറച്ച് സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സംവിധായകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിനിമേനെ പറ്റിയിട്ട് നല്ല രീതിയിലുള്ളൊരു ധാരണ ഉണ്ടാകാം. നമുക്ക് അറിവുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും നമുക്ക് കയറി ഇടപെടാൻ പറ്റും. ആരെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ബഡ്ജറ്റ് കുറഞ്ഞ് നമുക്കൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പഠിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. കൂലി. പലർക്കും സിനിമയെ പറ്റി പല അഭിപ്രായം ഉണ്ടെങ്കിലും സൺ പിക്ചേഴ്സ് പുറത്തു വിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ലോകേഷ് പറഞ്ഞ ബഡ്ജറ്റിനേക്കാൾ 5 കോടി രൂപ കുറച്ചിട്ടാണ് സംഭവം സിനിമ പൂർത്തിയാക്കിയെന്ന്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, പറഞ്ഞ ബഡ്ജറ്റിനേക്കാൾ അപ്പുറത്തേക്ക് പോകാന്നല്ലാതെ ഇപ്പുറത്ത് ഒരു പടം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ്. പലതിലും സംഭവിക്കാറില്ല. അതിന് കറക്റ്റായിട്ടുള്ള മണി മാനേജ്മെൻറ്റും ടൈം മാനേജ്മെൻറ്റും അതിന് കറക്റ്റായിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കോഴ്സ് ത്രൂ പറയുന്നുണ്ട്. യെസ് താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് ഇൻബോക്സിലേക്ക് വരും. അപ്പോൾ ഫോളോ ഫോർ മോർ.